SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇദ്ദേഹത്തിന് എതിരെ നിരവധി കേസുകളും അന്വേഷണങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നേരത്തെ VS അച്യുതാനന്ദൻ, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ നൽകിയ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ്. വിവിധ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ രൂപീകരിച്ച് അതിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്ത് അത് വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ സമുദായ അംഗങ്ങളിലേക്ക് എത്തിക്കാതെ ലക്ഷങ്ങളും കോടികളും ഈ വിഷയത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്ന വെള്ളാപ്പള്ളി നടേശൻ തട്ടിച്ചു എന്നതാണ് ഇതിന് ആധാരമായ കേസ്. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനും അന്വേഷണം ഒഴിവാക്കാനും വേണ്ടിയാണ് നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായി ചേർന്ന് നിന്ന് വെള്ളാപ്പള്ളി മുമ്പോട്ട് പോയത് എന്ന ആരോപണവും ശക്തമാണ്. ഈ വിഷയത്തിൽ വീണ്ടും കോടതി ഇടപെടുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കടുത്ത വിമർശനവുമായി കോടതി രംഗത്തെത്തുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനടക്കമുള്ള ആളുകളെ താക്കീത് ചെയ്തുകൊണ്ടാണ് കോടതിയുടെ ഇടപെടൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ ഉണ്ടായിരിക്കുന്നത്. കേസിൽ കടുത്ത വിമർശനങ്ങളുമായിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുന്നത്. 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകാനായില്ലെങ്കിൽ SP ആയ S ശശിധരനെ 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ SP S ശശിധരനെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന് സിംഗിൾ ബെഞ്ച് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. പുതിയ ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിന് നിയോഗിക്കും എന്ന കാര്യവും ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. നിരന്തരം നിർദ്ദേശം നൽകിയിട്ടും ഉത്തരവുകൾ ഉണ്ടായിട്ടും SP അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകിയില്ല. മൈക്രോ ഫിനാൻസ് കേസ് കൈകാര്യം ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് സമയമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ കളിയാക്കരുത് എന്നും കോടതി വ്യക്തമാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥന് മേൽ നിലവിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടെന്നും അതിനാൽ ആണ് ഈ ഒരു കാര്യത്തിൽ അമാന്തം കാണിക്കുന്നത് എന്നും ജസ്റ്റിസ് A ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു. കേസിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വെള്ളാപ്പള്ളി നടേശനെ വിജിലൻസ് വീട്ടിലെത്തി ചോദ്യം ചെയ്തിരുന്നു. 2016 VS അച്യുതാനന്ദന്റെ പരാതിയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസന്വേഷണം തുടങ്ങിയത്. സ്ത്രീകളുടെ പേരിൽ വ്യാജ പദ്ധതിയിലൂടെ പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് SNDP വെച്ചത്. ഈ വിഷയത്തിൽ അന്വേഷണങ്ങൾ നടന്നിരുന്നു, പരിശോധനകൾ നടന്നിരുന്നു, ചോദ്യം ചെയ്യലുകൾ നടന്നിരുന്നു. പക്ഷേ അന്വേഷണം കൃത്യമായി മുമ്പോട്ട് പോയില്ല. അന്വേഷണം കൃത്യമായി മുമ്പോട്ട് പോയില്ല എന്ന് മാത്രമല്ല, ഹൈക്കോടതി ആവശ്യപ്പെട്ട പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ SP S ശശിധരൻ ഈ വിഷയം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയതുമില്ല. ഇത്തരത്തിൽ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് മേൽ വരുന്നത് ശരിയായ ഒരു രീതിയല്ല എന്നുള്ള കാര്യമാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. ഇതിൽ വെള്ളാപ്പള്ളി നടേശൻ പല രീതിയിൽ ഈ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചതായുള്ള ആരോപണം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായി ചേർന്ന് ഈ ഒരു കേസ് അന്വേഷണം പല രീതിയിൽ ഒതുക്കാനും ഇത് ഇല്ലാതാക്കാനും ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അതിനിടയ്ക്കാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ CPM തിരിഞ്ഞത്. ഇപ്പോൾ അദ്ദേഹത്തിന് ഇതിന് പിന്നാലെ ഈ ഒരു അന്വേഷണ പുരോഗതി അറിയിക്കാനുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നതും വലിയ തിരിച്ചടിയാണ്.